ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുക. അവധിയാണല്ലോ. അപ്പം ഉമ്മാൻ്റെ അടുത്തേക്ക് എല്ലാ മക്കളും ഒന്ന് ഒത്തുകൂടും. അപ്പോൾ ഞാനിന്ന് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകട്ടെ കേട്ടോ. അപ്പം പോകുന്നതും ഉമ്മാൻ്റെ അടുത്തുള്ളതും എല്ലാവരും നിങ്ങളെ കാണിക്കൂട്ടോ. പിന്നെ വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ എപ്പം പറയാറുണ്ടല്ലോ, ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കണം കേട്ടോ. മറന്നുപോയവരുണ്ടെങ്കിൽ ഓർമ്മിച്ചിട്ട് ചെയ്യാൻ നോക്കണം. ഉമ്മാൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ഉണ്ണിയപ്പം. ഞാൻ സാധാരണ നെയ്യപ്പ ചുടല്. ഇപ്പം നെയ്യപ്പം ഉമ്മക്കൊരു ഉറപ്പ് പോലെ പറയുന്നത്. പല്ലില്ലല്ലോ, പല്ല് പ്രയാസം കൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഉമ്മക്ക് ഇഷ്ടമുള്ളത് നെയ്യപ്പ കുയ്യപ്പം ചൂടട്ടെ എന്നുള്ളത്. ഞാനങ്ങനെ പോരെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചുട്ടുണ്ടോ. ബേക്കറി ഉമ്മക്ക് പറ്റൂല, ഫ്രൂട്ട്സിന് താല്പര്യമല്ല. ഇങ്ങനെയുള്ള എണ്ണക്കടിയും കഴിക്കണ നല്ലൊന്നും അല്ല. പിന്നെ അൽഹംദുലില്ലാ ഷുഗറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പത്തിൽ കുറേ പഴം ഇടുന്നത് കൊണ്ട് ഉമ്മക്ക് നല്ല സോഫ്റ്റാണല്ലോ, നമുക്ക് തിന്നാൻ ഇഷ്ടമാണ്. ആണെങ്കിൽ നല്ല വെയിലും 2-3 ദിവസം വെയിലല്ലേ. എൻ്റെ കുടംപുളി ഞാൻ വെയിലത്ത് ഇട്ട് വെച്ച് വെക്കുമ്പോൾ എടുത്ത് അകത്ത് വെക്കേണ്ടി വന്നു. കാരണം പോവല്ലേ, ഇപ്പം നാളല്ലേ ഇൻഷാ അല്ലാ വരുള്ളൂ. അപ്പം ഞാൻ ഇറങ്ങി പാവം പൂക്കളോട്ടൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ പോകുമ്പോഴേക്ക് എൻ്റെ മക്കളെ പോലെ പോറ്റുന്ന ഞാൻ. സാധനമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, കടി ഉണ്ണിയപ്പോ എല്ലാം ഇതിവിടെ വെക്കാം. ഓക്കെ ബൈ, നമുക്ക് അവിടുന്ന് കാണാട്ടോ. അങ്ങനെ ഞങ്ങൾ 5-ാം മൈലെത്തി, ഞങ്ങളെ സ്വന്തം അങ്ങാടിയിൽ. എനിക്ക് 5-ാം മൈലിലേക്ക് നടന്നു വരികയാണ് 5 മിനിറ്റേ ഉള്ളൂ. കോഴിക്കോടേക്കല്ലേ പോണം. അപ്പോൾ ഞമ്മ വലത് ഭാഗത്തേക്ക് പോവണം. ഓണസദ്യ താമസിച്ചോണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങൾ സാധാ ഫുഡിൽ തൃപ്തിപ്പെടുക കഴിഞ്ഞു പോരും. നല്ല അലങ്കാരത്തിൽ കുറേ ദിവസമായി 5-ാം മൈൽ. കുറേ പറഞ്ഞാൽ ഒരാഴ്ചക്കായി തോന്നുന്നു. നേരം വൈകിപ്പോയി. ഞങ്ങള് ഓണസദ്യക്ക് ഇനി വന്ന് തീർന്നു പോയി, തിരക്കായി. എന്നാലുണ്ട് ഒരു വിധമൊക്കെ ഉണ്ട്. എന്താ ഇനി കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ 2 ഉള്ളൂ. കഴിക്കട്ടെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു. 5-ാം മൈൽ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബൈപ്പാസ് എത്തി. കൽപ്പറ്റ ബൈപ്പാസിലൂടെയാണ് പോകുന്നത്. ഒരുവിധം കടയൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. ഇവിടെ തിരക്ക് കാണുന്നില്ല. നോക്കട്ടെ 1980 തിരക്കുണ്ടോ. ഞങ്ങൾ അവിടെ ഇരുന്ന് ഓണസദ്യ അന്ന് കഴിച്ചിരുന്നു. ഇവിടെ തുറന്നിട്ടുണ്ട്. എന്താ ഇവിടെ തിരക്കാണ്. ഇവിടെ 1980. ഓ ഇവിടെ തിരക്കാ. എന്താട്ടോ ടൗൺഷിപ്പ് ബൈപ്പാസിലാണല്ലോ ഉള്ളത്. ബൈപ്പാസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ കൽപ്പറ്റ ഡീപ്പോൾ സ്കൂളാണ് കാണുന്നത്. എല്ലാം കഴിഞ്ഞ് നേരെ ചുരം കോഴിക്കോട് റോഡ്. കുറേ പേർക്ക് ചായത്തോട്ടം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. നല്ലൊരു പച്ചപ്പില് എന്തൊരു ഭംഗിയാന്നറിയോ. ഒരു ഇരുട്ട് പോലൊക്കെ ഉണ്ട്. ഇത് വെയിലില്ല. ഇതാണ് ഹൈവേന്റെ സൈഡിലുള്ള ചായത്തോട്ടം. ഇത് ചുണ്ടല്ലേ, ചുണ്ട സ്ഥലപ്പേരിട്ടോ. ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയാന്നറിയാം. 2 ഭാഗവും പച്ചപ്പ്, നല്ല പ്രത്യേക ഭംഗിയാ. കണ്ടില്ലേ? കുറേ പേർക്ക് വയനാട് കാണുന്ന ആഗ്രഹമാണ്.
നിങ്ങൾ പോകുമ്പോ ഒക്കെ പിടിക്കണേന്ന് കാണാനെന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാ. എന്തൊരു ഭംഗിയാ നോക്ക്, രണ്ട് സൈഡും. ഇപ്പൊ കുറച്ച് വെയില് വന്ന്. ഇവിടെയാണ് വൈത്തിരി പാർക്ക്, കണ്ടോ? അവിടെ റോഡ് സൈഡിന് തന്നെയാ ഗേറ്റൊക്കെ. പോന്ന് ഞങ്ങൾ വൈത്തിരി എത്തി. ഇതാണ് വൈത്തിരി. വൈത്തിരിയിൽ നമുക്ക് കുറേ കുടുംബക്കാരുണ്ട്, നമ്മളെ യൂട്യൂബ് കുടുംബക്കാർ. അങ്ങനെ ഞങ്ങൾ ചുരം എത്തിയതാ, ഗേറ്റ്. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. നോക്കട്ടെ ചുരത്തിന്റെ സ്ഥിതി എന്താന്നുള്ളത്, പേടിയാ. ഇതാ വളവ്. ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണല്ലോ മേലേന്ന്. ഇതാണ് 9. ഒരു 7. എല്ലാ സ്ഥലത്തും പോലീസുകാരുണ്ട് കേട്ടോ. പണിയാ വളവില്. പോലീസുകാരുണ്ട്. ചുരത്തിന്റെ നടുക്കാള് പച്ചപ്പൊക്കെ കണ്ടോ, എന്താ അടിപൊളി. ഇന്ന് മഴ ഇല്ല, എന്നാലോ വെയിലും ഇല്ല. എല്ലാ വളവിലും പോലീസുകാരുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് നിന്ന് കൊറേ രക്ഷയുണ്ട്. ബ്ലോക്ക് ഇല്ല തന്നെ പറയാം, അതുവരെ ഇല്ല. മൂന്നാം വളവ് കുറച്ച് വിസ്താര. ഇവിടെ ആരും പോലീസൊന്നും വേണ്ട, നല്ല വിസ്താരമുണ്ട്. ഇടുങ്ങിയ സ്ഥലത്ത് മത്സരം വെക്കുന്നിടത്ത് അത് വേണ്ട. അവിടെ ഇല്ല, ഇതിനും ഇല്ല. ലാസ്റ്റ് വളവ് ഒന്നേക്ക് ഇവിടെ മങ്ങിപ്പോയി. അങ്ങനെ ചുരം ലാസ്റ്റും കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങുന്നവർക്ക് ലാസ്റ്റാ, കേറുന്നവർക്ക് ഫസ്റ്റാ. ഇങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ ചുരം ഇറങ്ങി. ബ്ലോക്കില്ല, തിരക്കില്ല. പേടിച്ചിരുന്നു ചുരം ബ്ലോക്ക് പെടുമോന്നുള്ളത്. ഒന്നും ഇല്ലാണ്ടപ്പോ ഞങ്ങൾ താഴെ എത്തി. അടിവാരം. ഇവിടെ നേരിയ മഴ ഉണ്ട് കേട്ടോ. ഹൈവേന്ന് കൈതപ്പൊയിലെത്തി. ഞങ്ങൾ മുക്കത്തേക്ക് ഇങ്ങനെ ഷോർട്ട് പിടിക്കുന്ന കോടഞ്ചേരി. എന്താ ഇങ്ങനെ അങ്ങ് പിടിക്കുന്നു. നല്ല റോഡും ആ തിരക്കും ഇല്ല. നോളജ് സിറ്റിൻ്റെ അതിൽ കൂടെ അങ്ങ് പോയി മുക്കത്തങ്ങ് എത്തും. കോടഞ്ചേരി വന്ന് കോടഞ്ചേരി എത്തി. ഇവിടുന്ന് ഇനി മുക്കത്തേക്ക് തിരിയുന്ന റോഡുണ്ട്, കുറച്ചങ്ങ് പോയാൽ മതി. ആ ഇതില്ലേ ആ ബൈക്ക് വരുന്ന അഗസ്ത്യമഴി എത്തി. ഇതാണ് അഗസ്ത്യമഴി. ഷോർട്ട് പിടിച്ചുകൊണ്ട് നല്ല സുഖമായി, തിരക്കില്ലാതെ നല്ല റോട്ടിലൂടെ അങ്ങനെ വന്നതാ എൻ്റെ നാട്ടിൽ കൊടിയത്തൂർ പൊയില്. സൗത്ത് കൊടിയത്തൂരിൽ ഞാൻ എത്തി. അൽഹംദുലില്ലാ. എൻ്റെ അങ്ങാടി. ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത്, പക്ഷെ ഇവിടെ കുറെ മാറിട്ടോ കടകളും ഇതുമൊക്കെ. ഇതാണ് പൊയിലങ്ങാടി. ഇവിടെ ഒരു സ്കൂളുണ്ട്, ഞാൻ പഠിച്ച സ്കൂള്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. എൻ്റെ വീട്ടിലേക്കുള്ള വഴിയായത്. ഞങ്ങളെ ഈ റോഡിന്റെ സൈഡിലാട്ടോ സ്കൂൾ ഗേറ്റ് ഒന്നുള്ളത്. ഇതുണ്ടോ സ്കൂൾ ഗേറ്റ്, സ്കൂളും ഞങ്ങളെ വീടിന്റെ മുൻഭാഗ. പണ്ട് ഞങ്ങൾ ഇതിൽ കൂടെ ബാക്കില് വീടെത്തി. വെളിച്ചായിപ്പോയില്ലേ. ഇതാണ് വീട്. ഇതൊക്കെ ഓരോരുത്തരും. ഇതൊരാങ്ങളുടേത്, ഇതൊരാങ്ങളുടേത്, അപ്പുറം ഒരാങ്ങളുണ്ട്. ഇവിടെ വെച്ചാ വരെ വണ്ടി.
ഇതാ അപ്പം കൊണ്ടുവന്ന് 2 കാസറോളിൽ കൊണ്ടുവന്നു, 1 കാസറോളെ പുറത്തെടുത്തുള്ളൂ. ഇതാണ് ആങ്ങള. ഇത് ആങ്ങളുടെ മൊപ്പം കല്യാണം ഇതാ ഞങ്ങളെ പുതിയ ആള്. ഇനിയുണ്ട് ആൾക്കാർ. ഇതാ തീർന്നോയിട്ടോ, സെക്കൻഡ് ഉണ്ട്. ഞങ്ങൾ തറവാട്ടിൽ വന്നാൽ ഇങ്ങനെയാ, ഞങ്ങൾ അകത്ത് കേറുമ്പത്തിനേക്ക് എല്ലാം തീരും. ഇഷ്ടമുള്ള അപ്പാണ് ഉണ്ണിയപ്പോലെ. ഉമ്മക്ക് എന്താ ഇഷ്ടം? മഴ ഉണ്ടായിട്ട് മഴ ഉണ്ടായിട്ട് കൊറേ തിന്നാ, അതുകൊണ്ട് ബീച്ചിനേക്ക് മറ്റേ അപ്പോ നെയ്യപ്പോ അല്ലേ. ഇനി രണ്ടാമത്തെ ചായ എടുക്കും. ഒരാൾ ഇവിടുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ, ആള് ദൂരെ മാറി നിന്നിട്ട്. ഞങ്ങളെ തറവാട്ടിലെ കരുവേപ്പില നോക്കി നമ്മൾ എങ്ങനെ ഓമനിച്ചുണ്ടാക്കൂ, എന്നാലും ചിലർക്കൊന്നും ഉണ്ടാവൂല. എന്നാല് ഇതില്ലേ, ഇത് ഇവിടെ റോഡ് പണിയൊക്കെ തെറ്റിപ്പോകുന്ന ഈ മുറ്റപ്പണി എടുക്കുമ്പോ ഈ കരുവേപ്പില എവിടെയെന്ന് ജസ്റ്റിന്റെ നാത്തൂനാണ് ഇതിന്റെ ആള്. അപ്പുറത്തുള്ള കരുവേപ്പ് ഇത് നന്നാക്കുമ്പോ അത് പിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വേരോട് കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായേ കണ്ടോ. അവിടെ ഉണ്ടായേക്കാൾ ഉഷാളുണ്ടായിന്. പിന്നെ വേറെ ഒന്നുണ്ട്, ജസ്റ്റിന് ഇപ്പൊ 1ാം നമ്പർ കർഷകന. ആ ഒരു കൈ ഉണ്ടല്ലോ ഇവിടെ, ആ ഒരു കയ്യും കൂടെ ഉണ്ടല്ലോ. നോക്ക് കരുവേപ്പിനല്ല ഒന്നും അയൽക്കേട് പോലും വന്നില്ല. നമ്മൾ എങ്ങനെ പോറ്റു ഓമനിച്ചിട്ട് ഇങ്ങനെ ചുരുണ്ടു നോക്കാം, അതൊക്കെ ഉഷാറായിട്ടുണ്ട്. അപ്പൊ പിരിച്ചു കുച്ചിട്ടാൽ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തന്നതാ. ഞാന് ഉച്ചക്ക് പിന്നെ ഓണസദ്യക്ക് പോയി. അവിടെ ചെറുതാകുമ്പോഴത്തേക്ക് ഓണസദ്യ തീർന്നു. പിന്നെ സാധാ ചോറ് നിന്ന് പോകുന്നു. ഇവിടെ വന്ന് തറവാട്ടിൽ വന്ന് നോക്കുമ്പോ നാത്തൂര് ഇതാ സൂപ്പറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട്. ഇതിനൊക്കെ പേര് എനിക്ക് പറയാൻ കഴിയില്ല, പല പേരുകളും ഉണ്ട് പറഞ്ഞ. എങ്കിലും ഒരുവിധം ഒരു മിനി സദ്യ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എണ്ണ കുറച്ചുണ്ട്. എന്റെ നാത്തൂനെ കാണിച്ചു തരാട്ടോ. ഇത് ഉണ്ടാക്കിയ ആളെ ഇതാ, അതാണ് ഉണ്ടാക്കിയത്. അത് ചെറിയ നാത്തൂന്. അക്കൂട്ടത്തില് ഞങ്ങൾക്ക് എല്ലാം ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ട്. എന്നാലും ഓണസദ്യ ഞങ്ങൾക്ക് ഉച്ചക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് രാത്രിയാ തിന്നട്ടോ. ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങിയതാ. രസാ. അവനവന്റെ നാട്ടിൽ ഒരു ദിവസം പാർക്കാൻ വന്നതല്ലേ. ഇതാ അബ്ദുഖാന്റെ ചായ പീടിക. ഇതൊരു ഫേമസാ ഇവിടെ, ഞങ്ങളെ വീടിന്റെ അടുത്താ. കൂളിമാട്. രാത്രി ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ചായ കുടിക്കട്ടെ. നമ്മളെ യൂട്യൂബ് കുടുംബത്തിൽ കുറേ പേര് ഈ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇതാണ് കൂളിമാട് അങ്ങാടി. ഈ ഒരു പാലത്തിന്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ. ഞങ്ങൾ കടയിൽ കയറി. ഇതാ നാത്തൂമാര്. ഞങ്ങൾ രാത്രിയാലും ഇവിടെ എങ്ങനെയാ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞാൽ ഈ പെണ്ണുങ്ങളൊക്കെ പുറത്തിറങ്ങി എന്താ നൈറ്റ് മൂഡോ? നൈറ്റ് വൈബ്. എന്റെ നാത്തൂനാ രണ്ടാളും. ഇപ്പൊ ഞങ്ങള് ഇറങ്ങിയതാ, വയറൊക്കെ ഫുള്ളായിണല്ലോ. ഇനി ഇറങ്ങിയ സ്ഥിതിക്കൊരു ചായ. ഇതൊക്കെ തന്നെ അല്ലേ രസം എന്ന് പറഞ്ഞത്. ഇങ്ങനെ പണി വേണ്ടി കടി ചോദിച്ചിരുന്നു, കടി തീർന്നു. ഇവിടെ അത്രക്കും തിരക്ക് കിട്ടോ. ഈ സമയമായതിന് എല്ലാം തീർന്നോയോ അല്ലേ. അബുക്കാന്റെ ഞാൻ കാണിച്ചിട്ട കട കണ്ടിട്ടുണ്ട്. കുളിമാടുള്ളവർ എന്റെ കുടുംബക്കാരുണ്ട്, യൂട്യൂബ് കുടുംബക്കാര്. അവരിവിടുന്ന് കുടിക്കുന്നവരായിരിക്കും. വയനാട്ടിൽ എങ്ങനെയെന്നറിയോ, തണുപ്പ, വേഗം പണിയും കഴിച്ച് കിടന്നുറങ്ങല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ അറിയോ, കട പൂട്ടിക്കളഞ്ഞാൽ എന്താ അറിയാം, ആൾക്കാർ കയറിയിട്ട് അത്രയും തിരക്ക്. അടിപൊളി ചായ കേട്ടോ. ഓർക്കാൻ തെളിഞ്ഞു വെറുതെ അല്ല ഇവിടെ ഇരുന്ന എല്ലാവരും. ഞങ്ങൾ പാലം കാണാൻ പോവുക കേട്ടോ. കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡിൽ രണ്ടാളുണ്ട്, അവരും ചായ കുടിക്കുന്നവര്. ഒന്ന് ആങ്ങള ഇവിടെ. പിന്നെ ഞങ്ങള് രാത്രി ഇങ്ങനെ പാലത്തുമലൂടെ ഇങ്ങനെ നടക്കായിരുന്നു. അപ്പൊ അതാ നമുക്ക് നമ്മളെ കുടുംബത്തിലേക്ക് രണ്ടാള് വന്നുതാ. ഒരു ഹായ് കൊടുക്കുക. നമ്മളിപ്പോ ഒരു കൂട്ടായ്മ ആയില്ലേ.
യൂട്യൂബിലൊന്നും വല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങള് നിങ്ങൾ വന്ന സമയത്ത് ഞങ്ങളിപ്പോ എന്താ നമ്മുടെ അടുത്തേക്ക് വരുന്നത് പ്രതീക്ഷിച്ചില്ല. ഇനി ഞങ്ങളെ പിടിക്കട്ടോ. എന്ത് രസാ കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കാന്. ഹായ്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരണം. നമ്മളെ വയനാട്ടിലൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പുഴയും പാലും എല്ലാം അടിപൊളിയാ. ഇപ്പൊ ശരി, മഴ വന്നു, ഞങ്ങൾ ഇനി കേറുക കേട്ടോ. എന്താ വണ്ടി കയറട്ടെ, മഴ പെയ്തു. എല്ലാരും ഇവിടെ കാറ്റുകൊള്ളാൻ വരും കേട്ടോ. അപ്പോ എവിടൊക്കെ പോയി എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. രാത്രിയായി, കുറെ സമയമായി, ഇനി കടക്കാൻ പോകുക കേട്ടോ. എൻ്റെ ഉമ്മാനെ കണ്ടല്ലോ, ഉമ്മാൻ്റെ അടുത്ത് വന്നത്. ഞങ്ങൾ അങ്ങനെ ഒത്തുകൂടും കുറെ എല്ലാം കൂടെ, അവധി ദിവസമായത് കൊണ്ടേ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.